എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോകൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് സെറോദിയും അപ്സ്റ്റോക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുക എങ്ങനെയാണെന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെമോ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്ത സമയത്ത് തന്നെ ഈ പ്ലാറ്റ്ഫോംസിൻ്റെ ഡെമോ ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവെസ്റ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ ട്രേഡിംഗ് എന്താണ്, ഡേ ട്രേഡ് എന്താണ്, ഇൻട്രാഡേ എന്താണ്, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ കൂടി കവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോംസിൻ്റെ ഡെമോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെറോദ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾ സെറോദയിലാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. അല്ല അപ്സ്റ്റോക്സിലാണെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് നെക്സ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മതി. ആ ഒരു വീഡിയോയിൽ നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ പ്ലാറ്റ്ഫോം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് സെറോദൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളിവിടെ സെറോദിൻ്റെ വെബ് പ്ലാറ്റ്ഫോമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ മൊബൈൽ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ പ്ലാറ്റ്ഫോം ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് കിട്ടിയ ആ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മൊബൈലിലാണെങ്കിലും വെബിലാണെങ്കിലും സെയിം തന്നെയാണ്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു കാണുന്നതിൽ മാത്രം ചെറിയ മാറ്റം ഉണ്ടാകുന്നു മാത്രം. അപ്പോൾ നമുക്ക് ഈ ഒരു വെബിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു kite.zerodha.com എന്ന് പറയുന്ന ലിങ്കിലേക്ക് വരിക. ലിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ്, അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു OTP എൻ്റർ ചെയ്യാനുണ്ടാകും. ആ ഒരു OTP കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഈ ഒരു സ്ക്രീനിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുക ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും, ഒരു empty ആയിട്ടുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു സ്ക്രീനിനെ, ഈ ഒരു ഹോം സ്ക്രീനിനെ തന്നെ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ചെറിയൊരു ബോക്സ്, ഓക്കെ, ഈ ഒരു ചെറിയ ബോക്സ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി വലിയൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ രണ്ട് സെക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ആണ്. വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഈ സൈഡിലാണ് നമുക്ക് ആ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഈ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ഡിഫറെൻറ്റ് വാച്ച് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെറോദിൽ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 7 എണ്ണം ഇവിടെ ഓട്ടോമാറ്റിക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ വാച്ച് ലിസ്റ്റ് 1-ലാണെങ്കിൽ വാച്ച് ലിസ്റ്റ് 1-ൽ വന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ സ്റ്റോക്കിൽ ട്രാക്ക് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി കുറേയധികം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിൽ മെയിൻലി നമുക്ക് കാണാൻ പറ്റുക നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷൻസിൻ്റെ, ഇൻട്രാഡേ ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ പൊസിഷൻസിൻ്റെ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഹോൾഡിങ്സിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലെ സെക്ഷനിൽ കാണാൻ പറ്റുക. അപ്പോൾ ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് നമുക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ വാച്ച് ലിസ്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്താണ്, എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ ഇപ്പോൾ എൻ്റർ ചെയ്തു. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് എൻ്റർ ചെയ്തു. അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് വേണ്ട, ഞാനിവിടെ ആക്സിസ് ബാങ്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ആക്സിസ് ബാങ്ക് ഞാനിവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ ആക്സിസ് ബാങ്ക് എൻ്റർ ചെയ്ത സമയത്ത് തന്നെ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ റൈറ്റ് സൈഡിൽ ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും NSE ഉണ്ട്, അതുപോലെ തന്നെ BSE ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണുള്ളത്, NSE ഉണ്ട്, BSE ഉണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്റ്റോക്കുകൾ എന്താണ് NSEയിലും BSEയിലും ട്രേഡ് ചെയ്യുന്നുണ്ടാവും, ചില സ്റ്റോക്കുകൾ NSEയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സ്റ്റോക്കുകൾ BSEയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആക്സിസ് ഒരു കുറച്ചും കൂടി ഒരു വലിയ കമ്പനികളൊക്കെ രണ്ട് എക്സ്ചേഞ്ചിലും ട്രേഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ NSEയിലും ഉണ്ട്, BSEയിലും ഉണ്ട്. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത്, സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് എക്സ്ചേഞ്ചിലാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഞാനിപ്പോൾ എന്താണ് ഞാനിവിടെ NSE എന്നുള്ള എടുക്കുക, ഇതിൽ ഫസ്റ്റത്തെ NSEൻ്റെ ഓപ്ഷൻ ഞാൻ ഇവിടെ ആഡ് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നുണ്ടാവും നമ്മൾ ഈ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ഞാൻ എന്താണ് ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എന്താണ് വാച്ച് ലിസ്റ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ഒരു സ്റ്റോക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഇനി ഇതേപോലെ എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റോക്സ് എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഞാൻ ഇവിടെ
ആഡ് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ആ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് തന്നെ എനിക്ക് എന്താണ് ഞാൻ ഇവിടെ ടാറ്റ മോട്ടോഴ്സ് കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാത്രം ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തേൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടില്ല ഓട്ടോമോട്ടീവ് സെഗ്മെന്റ്സിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചത് മാത്രം. ഇനി സെക്കൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എംപ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ സ്റ്റോക്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് ഇങ്ങനെയാണ് നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യാനും മറ്റും പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് വൺസ് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇവിടെ എംപ്റ്റി ആണ്. ഇപ്പോൾ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കറന്റ് ഇതെല്ലാം എംപ്റ്റി ആണ്. ഓർഡേഴ്സിൽ ഇപ്പോൾ കറന്റ് ഒന്നുമില്ല. കാരണം ഞാൻ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് വേറെ ട്രേഡ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എംപ്റ്റി കാണിക്കുന്നത്. ഇനി ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ വേറെ ഹോൾഡിംഗ്സ് ഞാൻ സ്റ്റോക്ക് വാങ്ങി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സ്റ്റോക്കുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഹോൾഡിംഗ്സ് എംപ്റ്റി കാണിക്കുന്നത്. പൊസിഷനിൽ വരികയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എംപ്റ്റി കാണിക്കുന്നത് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് വേറെ ട്രേഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് അതായത് ഡെലിവറി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹോൾഡിംഗ്സ് വേണ്ടി നമ്മൾ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണുമെന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ്സിലാണ്. ഇനി ഈ പൊസിഷൻസിൽ എന്താണ് കാണിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം ഒരു കറന്റ് ട്രേഡിംഗ് ഡേയിൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് വാങ്ങുന്നത് അത് ഈവൻ ഡെലിവറിക്ക് വാങ്ങുന്ന സ്റ്റോക്കുകളാണെങ്കിലും ഇൻട്രാഡേക്ക് വേണ്ടി വാങ്ങുന്ന സ്റ്റോക്കുകളാണെങ്കിലും എല്ലാ സ്റ്റോക്കുകളും കാണിക്കുക അന്നത്തെ ദിവസം ഈ ഒരു പൊസിഷനിലായിരിക്കും. അപ്പോൾ പൊസിഷനിലായിരിക്കും എല്ലാ കാര്യങ്ങളും കാണിക്കുക. അപ്പോൾ ഈവൻ ഹോൾഡിംഗ്സിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വാങ്ങിയ സ്റ്റോക്കുകളാണെങ്കിലും ഇനീഷ്യലി കാണിക്കുക ഈ ഒരു പൊസിഷൻ്റെ അണ്ടറിലായിരിക്കും. നെക്സ്റ്റ് ഡേ അന്നത്തെ ആ ഒരു ട്രേഡിംഗ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ഡെലിവറി ആയിട്ട് എടുത്ത സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റുക ഈ ഹോൾഡിംഗ്സിലാണ് കാണാൻ പറ്റുക. ഓക്കെ ഇപ്പോൾ കറന്റ് ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എംപ്റ്റി ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് ഇപ്പോൾ ഈ അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ ഫണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ഫണ്ടിൽ പോയി കഴിഞ്ഞാൽ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഐഡി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ജസ്റ്റ് ഈ ഒരു സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് പ്രൈസ് ചാർട്ടിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് കാണാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ സ്റ്റോക്കിന്റെ പ്രൈസ് കറന്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതാണ് ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. ഇപ്പോൾ ഈ ഒരു ചാർട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ചാർട്ട് ടൈപ്പിന് പറയുന്ന പേരാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ ചാർട്ടിൽ ഓരോ ക്യാൻഡിൽ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ നമുക്ക് സ്റ്റോക്കുകളെ ചാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് ഈവൻ ഈ ഒരു ചാർട്ടിന്റെ ടൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ചാർട്ടുകൾ ലൈൻ ചാർട്ട് വേണമെങ്കിൽ ലൈൻ ചാർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വേറെയും പല തരത്തിലുള്ള ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് റിമൂവ് ചെയ്യാം. ഇനി ഈ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നടക്കുന്ന ട്രേഡ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമുക്കിവിടെ ഡെപ്ത്, ആ ഒരു സ്റ്റോക്കിന്റെ ഡെപ്ത് നമുക്ക് പറയാം. ഡെപ്ത് മീൻസ് ആ സ്റ്റോക്കിൽ എത്ര രൂപക്കാണ് ആൾക്കാർ ബൈ ചെയ്യാനുള്ളത്, എത്ര രൂപക്കാണ് ആൾക്കാർ സെല്ല് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് ഇവിടെ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബിഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞ് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി. ഇവിടെ നോക്കി ഇപ്പോൾ 100 ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഈ ക്വാണ്ടിറ്റി കാണിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ 939 രൂപയ്ക്ക് ഇവിടെ ഒരു ഇത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ ആൾക്കാരുണ്ട്. ഓക്കെ, എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര ഓർഡേഴ്സ് ഉണ്ട് പറഞ്ഞാൽ അതിൻ്റെ നമ്പേഴ്സ് ഇവിടെ കാണിക്കും. അതായത് ഈ കാണുന്ന പർട്ടിക്കുലർ പ്രൈസിൽ ഈ ഒരു ബിഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന പർട്ടിക്കുലർ പ്രൈസിൽ ഇത്രയും ക്വാണ്ടിറ്റി, ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ ഒരു ബ്ലൂ കളറിൽ കാണിക്കുന്ന ഈ ക്വാണ്ടിറ്റിയുള്ള അത്രയും ക്വാണ്ടിറ്റീസ് വാങ്ങാൻ ഉള്ള ഓർഡേഴ്സ് അവിടെ പ്ലേസ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഈ ഒരു ഓഫർ എന്ന് പറയുന്ന ബോക്സിൽ നോക്കി കാണാൻ പറ്റുക. ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഇപ്പോൾ 940 ആണെങ്കിൽ 940 രൂപയ്ക്ക് ഇത്ര ക്വാണ്ടിറ്റി, ഇപ്പോൾ 93 ആണെങ്കിൽ 93 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ബൈയിങ്ങിൻ്റെ ഡീറ്റെയിൽസും റൈറ്റ് സൈഡിലുള്ളത് സെല്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസും ആണ്. ഇനി അതുപോലെ തന്നെ ബാക്കി കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇന്ന് ഈ ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത പ്രൈസ് കാണാൻ പറ്റും. അതിനുശേഷം എന്താണ് ഇന്ന് ഈ സ്റ്റോക്ക് ഏറ്റവും ലോ, അതായത് സ്റ്റോക്ക് പോയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വില, എത്ര രൂപ വരെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോ കാണിക്കുക. അതുപോലെ തന്നെ എത്ര രൂപ വരെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈ ഏറ്റവും മുകളിലോട്ട് പോയിട്ടുണ്ട്, എത്ര രൂപ വരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹൈയിൽ കാണിക്കുക. അതിന് തൊട്ട് മുന്നത്തെ ദിവസം ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്ത പ്രൈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്താണ് ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എങ്ങനെയാണ് ബൈ ചെയ്യുക, ട്രേഡ് എടുക്കുക നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് ഈ ബ്ലൂ കളറിൽ ഇവിടെ ബൈ ബട്ടൺ കാണുന്നുണ്ട്, ബൈ ബട്ടണും സെൽ ബട്ടണും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്.
ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ഡെപ്ത് ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി എന്താണ്, ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്റ്റോക്കുകളിൽ രണ്ട് രീതിയിലാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുക. അതായത് നമുക്ക് ഡെലിവറി മീൻസ് ഹോൾഡ് ചെയ്യുക, അതായത് നമുക്ക് കുറച്ച് ദിവസം നമ്മൾ കയ്യിൽ വെച്ചിട്ട് പിന്നീട് ലാഭം കിട്ടുമ്പോൾ സെല്ല് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെ നമുക്ക് ഡെലിവറി ട്രേഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ തന്നെ നമുക്ക് പൊസിഷണൽ ട്രേഡ്സ് എന്ന് വിളിക്കാം. അതായത് ഒരു സ്റ്റോക്ക് ഇന്ന് വാങ്ങി ഞാൻ ഇന്ന് തന്നെ വിൽക്കുന്നില്ല, നാളെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയ്സിലോ ആണ് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡ്സിനെയാണ് നമ്മൾ ഡെലിവറി ട്രേഡ്സ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ സെറോദ കയ്യിലാണെങ്കിൽ അത്തരം നമുക്ക് ഇന്ന് വാങ്ങിയിട്ട് എന്താണ് നമുക്ക് കുറച്ച് ദിവസം നമ്മൾ കയ്യിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങേണ്ടത് ഇവിടെ ഈ ഒരു ലോങ് ടേം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ലോങ് ടേം അതിൻ്റെ കൂടെ തന്നെ ഇവിടെ CNC എന്ന് കാണാൻ പറ്റും. അതായത് രണ്ടും സെയിം ആണ്. ഓക്കെ, ലോങ് ടേം എന്നാണ് ഇപ്പോൾ സെറോദയിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അപ്സ്റ്റോക്സിലാണെങ്കിൽ അത് ഡെലിവറി എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ട് അതാണ് പ്ലാറ്റ്ഫോംസിൽ മാറുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ലോങ് ടേം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പിന്നെ എനിക്ക് വേണമെങ്കിൽ നാളെ വിൽക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വെക്കാം, ഒരു മാസം കഴിഞ്ഞിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വെക്കാം, എത്ര കാലം വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് നമുക്ക് കുറേ കാലം കയ്യിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ ലോങ് ടേം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി സ്റ്റോക്കാണ് വാങ്ങേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു 10 ക്വാണ്ടിറ്റി ഈ ഒരു സ്റ്റോക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ, അതായത് 10 ക്വാണ്ടിറ്റി സ്റ്റോക്ക് വാങ്ങണം. ഓക്കെ, 10 ക്വാണ്ടിറ്റി സ്റ്റോക്ക് വാങ്ങണം. ഇനി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം എത്ര രൂപക്കാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ടാവും, മാർക്കറ്റ് പ്രൈസും ലിമിറ്റ് പ്രൈസും കാണുന്നുണ്ടാവും. മാർക്കറ്റ് പ്രൈസും ലിമിറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാർക്കറ്റ് പ്രൈസിൽ സെലക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പ്രൈസ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഈ ഒരു പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വൺസ് ഈ ഒരു ബൈ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ മാർക്കറ്റിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ആ ഒരു ഓർഡർ പ്ലേസ് ആവുന്ന സമയത്ത് എത്രയാണോ മാർക്കറ്റിലുള്ള ആ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ആ ഒരു പ്രൈസിൽ ഈ ഒരു സ്റ്റോക്ക് എക്സിക്യൂട്ട് ആവും, നമുക്കത് വാങ്ങിക്കിട്ടും. ഇനി അല്ല, ഇപ്പോൾ കറൻലി ഉള്ളത് 940 രൂപക്കാണ് സ്റ്റോക്ക് ഉള്ളത്, എനിക്ക് തോന്നുന്നു 930 രൂപക്കാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പ്രൈസിലാണ് എനിക്ക് വാങ്ങേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എക്സിക്യൂട്ട് ആവില്ല. മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ അപ്പം തന്നെ എക്സിക്യൂട്ട് ആവും. ബട്ട് ഈ ഒരു ഇതിനെ ലിമിറ്റ് ഓർഡർ എന്ന് പറയും. ലിമിറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എക്സിക്യൂട്ട് ആവില്ല. ആ ഒരു ഓർഡർ അവിടെ പ്ലേസ് ആവും. വൺസ് ഈ ഒരു 940 രൂപയുള്ള സ്റ്റോക്ക് അതിൻ്റെ വില കുറഞ്ഞ് 930 എപ്പോഴാണോ എത്തുന്നത് ആ സമയത്ത് മാത്രമേ ഈ ഒരു സ്റ്റോക്ക് എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനി ഇൻ കേസ് ആ ഒരു സ്റ്റോക്ക് അന്നത്തെ ദിവസം ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. ആ ഒരു ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓർഡർ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഓർഡർ ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ലിമിറ്റും ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാർക്കറ്റ് പ്രൈസ് ക്ലിക്ക് ചെയ്യാണ്. വൺസ് ഇവിടെ മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാർജിൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അതായത് ഈ ഒരു സ്റ്റോക്കിൻ്റെ വിലയാണ് 940. അത്തരത്തിൽ നമ്മൾ 10 സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ 940 × 10 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് 10 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ എനിക്ക് ഏകദേശം 940 രൂപ അല്ലെങ്കിൽ 9,400. ഓക്കെ, 9,400 ഓൾമോസ്റ്റ് 10,000 റുപ്പീസിൻ്റെ അടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എനിക്കെന്താണ് ഈ ഒരു സ്റ്റോക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ആ ഒരു പ്രൈസ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിൻ്റെ ചാർജ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഓക്കെ, എത്ര രൂപയാണ് ആ ട്രാൻസാക്ഷൻ വേണ്ടി നമുക്ക് വരുന്ന ചാർജ്. ഇനി എന്താണ്, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ബാക്കി ഇതിലിപ്പം വേറെയും കുറേ ഓർഡർ ടൈപ്പ് ഉണ്ട്. ഇവിടെ എന്താണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ടുണ്ടായത് റെഗുലർ ആണ്. നിങ്ങൾ ഈ ഒരു ഇനീഷ്യലി ഈ ഒരു റെഗുലർ ഓർഡർ നോക്കിയാൽ മതി. ബാക്കിയുള്ള ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യം. നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ഓർഡേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ റെഗുലർ ഞാൻ സെലക്ട് ചെയ്തു. വൺസ് ഇവിടെ ബൈ പ്ലേസ് ചെയ്യാണ്. ബൈ പ്ലേസ് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു ഓർഡർ അവിടെ കംപ്ലീറ്റ് ആയി, ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഞാൻ അവിടെ ഓർഡേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന നേരത്തെ empty ആയിരുന്നു. ഇപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ഓർഡർ സ്റ്റാറ്റസ് എന്താണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് CNC എന്ന് പറയുന്നത് എന്താണ് ലോങ് ടേം, അതായത് ഡെലിവറി. ഞാൻ ഇന്ന് വാങ്ങിയിട്ട് എനിക്ക് വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വേണമെങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ വെക്കാൻ പറ്റും. ഇനി ഇൻ കേസ് എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം വേണമെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാനും പറ്റും, അതിനും പ്രശ്നമില്ല. ബട്ട് നമ്മൾ ഇന്ന് സെല്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിന് നമുക്ക് സെല്ല് ചെയ്യാം. ഇനി ഇവിടെ എന്താണ് ഇപ്പോൾ ഓർഡേഴ്സിൽ ആ ഒരു ഓർഡർ വന്നു. ഇനി ഈ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് ഞാനിപ്പോൾ ആ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ എന്താണ് ഹോൾഡിങ്സിലല്ല ഒരു സ്റ്റോക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്ക് ഡെലിവറിയിലാണ് എന്നുണ്ടെങ്കിലും ഇനീഷ്യലി ഈ ഒരു സ്റ്റോക്ക് ഹോൾഡിങ്സിലേക്ക് വരില്ല. ഇനീഷ്യലി കാണിക്കുക പൊസിഷനിലാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ഡേ മുതൽ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഹോൾഡിങ്സിൽ നമ്മൾ ഡെലിവറിയിൽ വാങ്ങിയ സ്റ്റോക്കുകൾ ഹോൾഡിങ്സിൽ കാണിക്കും. ഇനി ഒന്നാണ് ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നതാണ് നമ്മൾ വാങ്ങിയ പ്രൈസാണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങി എന്നുള്ളതാണ്.
LTP എന്ന് പറഞ്ഞ കറന്റ് മാർക്കറ്റിലുള്ള ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങിയ 940-35 വാങ്ങിയത്. ഇപ്പോൾ ഏകദേശം ₹1 കുറവിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏകദേശം ₹10 നഷ്ടമാണ്. ഓക്കെ, അതാണ് നമ്മുടെ P&L കാണിക്കുന്നത്. എനിക്കിപ്പോൾ ₹10 നഷ്ടത്തിലാണ് ഞാൻ ഉള്ളത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CNC എന്നാണ് കാണാൻ പറ്റുക, CNCയിലാണുള്ളത്. ഇനി ഈ സെയിം സ്റ്റോക്കിൽ തന്നെ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഞാനിവിടെ ബൈയിൽ പോയിട്ട് എനിക്ക് വേണമെങ്കിൽ ലിമിറ്റ് ഓർഡർ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടിയിട്ട് ഒരു 10 ക്വാണ്ടിറ്റി തന്നെ ലിമിറ്റ് ഓർഡർ ഞാൻ ഒരു 930 പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിലാണ് ഞാൻ ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുക ആ ഒരു ഓർഡർ ഓപ്പൺ ഓർഡർ നേരത്തെ ആ ഒരു ഓർഡർ എക്സിക്യൂട്ടഡ് ഓർഡറാണ്. അതായത് വൺസ് ഒരു ഓർഡർ സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ എക്സിക്യൂട്ടഡ് ഓർഡർ എന്ന് പറഞ്ഞാണ് കാണിക്കുക. ഇനി അല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ ഇവിടെ എന്താണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആയില്ല, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്നത് വരെ ഇത്തരത്തിൽ ഓപ്പൺ എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുക. ഓക്കെ, എനിക്ക് എന്താണ് ഈ ഓർഡർ എനിക്ക് വേണ്ട, എനിക്ക് തോന്നി ഇത് വേണ്ട, ക്യാൻസൽ ചെയ്യാൻ, ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ തോന്നി. ഇനി ഞാൻ എന്താണ് ഇത് ഞാനിവിടെ ക്യാൻസൽ ഓർഡർ ചെയ്ത് എനിക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓർഡർ ക്യാൻസലായി. അപ്പോൾ ക്യാൻസൽഡ് എന്നൊക്കെ ഇവിടെ കാണിക്കും. എല്ലാ സ്റ്റാറ്റസ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണിക്കും. പോസ്റ്റിൽ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു നേരത്തെ വാങ്ങിയ ഒരു സ്റ്റോക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ഡെലിവറി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെറോദയിൽ നമുക്ക് ഹോൾഡിങ്സിൽ, അതായത് ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെയല്ല വെക്കേണ്ടത്, ഇനി കുറച്ച് ദിവസം കയ്യിൽ വെക്കാനാണെങ്കിൽ ഈ ഒരു CNC എന്ന് പറയുന്ന ഓർഡർ ടൈപ്പിൽ വാങ്ങിയാൽ മതി. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുക, ഈ ഒരു സെയിം സ്റ്റോക്കിൽ തന്നെ എങ്ങനെയാണ് ഇൻട്രാഡേ ചെയ്യാൻ നോക്കുക. അതായത് ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കാനാണ് സ്റ്റോക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് ഡേ ട്രേഡ് ചെയ്യാനാണ്. അതായത് ഡേ ട്രേഡ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാഡേ എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ഡേ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം ട്രേഡ്സിന് നമ്മൾ ഇൻട്രാഡേ എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റോക്ക് നമ്മൾ തന്നെ ആ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യണം. ഇൻ കേസ് നമ്മൾ ആ ഇൻട്രാഡേ ഇട്ടിട്ട് നമ്മൾ സ്റ്റോക്ക് വാങ്ങി, നമ്മൾ ഈ CNC അതായത് ഡെലിവറിൻ്റെ കേസ് അല്ല, ഇൻട്രാഡേ ഇട്ടിട്ട് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഇൻ കേസ് നമ്മൾ ആ ഒരു ദിവസം അതായത് 3:30 വരെയാണ് മാർക്കറ്റ്, 3:30ക്കുള്ളിൽ നമ്മൾ ആ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രോക്കർ തന്നെ ഇൻട്രാഡേയിൽ വാങ്ങിയ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ ബൈ ചെയ്യാൻ കാണിച്ചുതരാം. ബൈ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ എന്താണ് ഇപ്പോൾ ഇവിടെ റെഗുലർ തന്നെയാണ്. നേരത്തെ ലോങ് ടേം CNC നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഞാനിവിടെ ഇൻട്രാഡേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇൻട്രാഡേ ഓർഡറാണ്. ഇൻട്രാഡേ ഓർഡറിൽ ഞാൻ എന്താണ് 10 ക്വാണ്ടിറ്റി, നേരത്തെ സെയിം ക്വാണ്ടിറ്റി തന്നെ എൻട്രി ആണ്. 10 ക്വാണ്ടിറ്റി എൻ്റർ ചെയ്തു, ₹940. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് ഇനി ഇവിടെ ബൈ ചെയ്യാൻ വേണ്ട ഒരു എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ₹1877 എനിക്ക് വേണ്ടത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻട്രാഡേ ഡേ ട്രേഡ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ലീവറേജ് കിട്ടും. അതായത് അപ് ടു 5 ടൈംസ് നമുക്ക് എന്താണ് നമുക്ക് എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടും. അത്രയും കുറവ് മതി. അതായത് ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങണമെങ്കിൽ ഞാൻ കാൽക്കുലേറ്റർ എടുക്കുകയാണെങ്കിൽ ഓക്കെ കാൽക്കുലേറ്റർ എടുത്തു. ഇപ്പോൾ എന്താ ഏകദേശം ₹940 സ്റ്റോക്ക് 10 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,400 ആയി ഡിവൈഡ് ബൈ. അപ്പോൾ നോർമലി ഡെലിവറിയിലാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ഫുൾ എമൗണ്ട് കൊടുക്കണം. എന്നാൽ അതേ സമയത്ത് ഇൻട്രാഡേയിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്താണ് അതിൻ്റെ 1/5 ചെയ്ത് കഴിഞ്ഞാൽ 1800, ഏകദേശം ഈ ഒരു എമൗണ്ട് മതി. അതാണ് ഇവിടെ കാണിക്കുന്നത്, ഏകദേശം 1800. അപ്പോൾ അപ് ടു 5 ടൈംസ്, എല്ലാ സ്റ്റോക്കുകളും ഈ 5 ടൈംസ് കിട്ടണമെന്നില്ല. ചില സ്റ്റോക്കുകൾക്ക് 2 ടൈംസ് ആയിരിക്കും. ഇനി ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് ചില സ്റ്റോക്കുകൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും. അപ് ടു 5 ടൈംസ് വരെ നമുക്ക് ലീവറേജ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കുറഞ്ഞ പൈസ കൊടുത്തിട്ട് നമുക്ക് എന്താണ് ഇൻട്രാഡേക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും. ഇനി എന്താണ് നേരത്തെ പോലെ തന്നെ മാർക്കറ്റ് ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ഞാൻ എന്താണ് സെയിം മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു, അത് എന്താണ് ഓർഡർ സക്സസ്ഫുള്ളി ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ 2 ഓർഡർ ടൈപ്പ് നിങ്ങൾ നോക്കുക. പ്രൊഡക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ ടൈപ്പ് നോക്കും. CNC എന്താണ് CNC നമ്മൾ നേരത്തെ ഹോൾഡിംഗിൽ വാങ്ങിയ സ്റ്റോക്കാണ് CNC എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. CNC ക്യാഷ് ആൻഡ് ക്യാരി, അല്ലെങ്കിൽ അത് ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള എന്താണ് MIS എന്ന് പറയുന്നത് എന്താണ് MIS എന്ന് പറയുന്നതാണ് ഇൻട്രാഡേ ഓർഡർ. ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി. ഇവിടെ ബൈയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇൻട്രാഡേൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണണം MIS. ഇൻട്രാഡേന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ് എഴുതാത് MIS എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേയിൽ വാങ്ങിയ സ്റ്റോക്കുകളാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ MIS എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ എന്താണ് അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ആ ഹോൾഡിങ്ങിന് വാങ്ങിയ സ്റ്റോക്കിൻ്റെ സൈഡിൽ ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എന്താണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ ഞാൻ ഇത് ബൈ ചെയ്തു. ഇനി എന്താണ് എനിക്ക് ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് CNCയിൽ വാങ്ങിയ സ്റ്റോക്ക് എനിക്കിനി ഇത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് പോസിബിൾ ആണ്. ഞാനത് ഈവൻ ഡെലിവറിക്ക് വേണ്ടി വാങ്ങിയെന്ന് വിചാരിച്ച് ഞാൻ ഹോൾഡ് ചെയ്യണം നിർബന്ധമില്ല. എനിക്ക് എന്താണ് ഈ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റിനെ ക്ലിക്ക് ചെയ്യുകയാണ്. എക്സിറ്റിൽ ഇപ്പോൾ എനിക്ക് കറൻറ്റ്ലി ₹31 നഷ്ടമാണ് ഈ ഒരു സ്റ്റോക്കിൽ. എന്താണ് ഈ എക്സിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുക, ഇവിടെ വരിക, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ എക്സിറ്റ് കൊടുക്കുക. എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഡെലിവറി വാങ്ങിയ സ്റ്റോക്കാണ്, എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് എനിക്കിവിടെ ഒന്നുകിൽ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യാം. ഇനി അല്ല എനിക്ക് എന്താണ്
ഒരു പർട്ടിക്കുലർ പ്രൈസ് എത്തുന്ന സമയത്താണ് ഈ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എനിക്കിപ്പോൾ ഞാൻ 940-35 വാങ്ങി എന്നാണ്, എനിക്ക് 945, അതായത് ഒരു 5 രൂപ കൂടുന്ന സമയത്താണ് ഈ ഒരു സ്റ്റോക്ക് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 945 എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വിൽക്കേണ്ട പ്രൈസ് നമുക്ക് ഈ ഒരു ഇതിൽ എൻട്രി ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നാണ് മാർക്കറ്റ് പ്രൈസിൽ ഈ ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്ത പൊസിഷൻസ് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ് പോലെയാണ് ഇവിടെ കാണിക്കുക. ഓപ്പൺ ആയിട്ട് കിടക്കുന്നതിലാണ് ഈ ഒരു ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് ഒരു കളർ ഷെയ്ഡിൽ കാണിക്കുക. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പൊസിഷൻസ് ആണ്. ക്ലോസ് ചെയ്ത പൊസിഷൻസ് എല്ലാം ഈ ഒരു ഗ്രേ ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താണ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനോട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെലിവറിയിൽ വാങ്ങിയെന്ന് വിചാരിച്ച് നമ്മൾ എന്താണ്, നമുക്കത് അന്ന് തന്നെ വിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത്തരത്തിൽ ഈ കണ്ട പോലെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ഇൻട്രാഡേ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ഒരു സ്റ്റോക്ക് വാങ്ങി, നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ തോന്നി ഈ ഒരു സ്റ്റോക്ക് നാളത്തേക്ക് കയ്യിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ കൺവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കൺവേർട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് MIS നിന്ന് CNC, അതായത് ഇൻട്രാഡേക്ക് വാങ്ങിയ സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി 10 ക്വാണ്ടിറ്റിയിൽ നമുക്കിപ്പോൾ 5 ക്വാണ്ടിറ്റി മതി, നിങ്ങൾക്ക് 5 ക്വാണ്ടിറ്റി കൺവേർട്ട് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എന്താണ്, ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ആ സമയത്ത് ഇപ്പം നമ്മൾ എന്താണ് ഈ പൊസിഷൻ എടുത്ത സമയത്ത് ജസ്റ്റ് 2000 രൂപ മാത്രമാണ് കൊടുത്തത്. പക്ഷേ ശരിക്കും നമ്മൾ 10 ക്വാണ്ടിറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 ആണ്. അപ്പോൾ ആ ഒരു ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്താണ്, എനിക്കിവിടെ വേണമെങ്കിൽ ഇവിടെ കൺവേർട്ട് ചെയ്യാം. ഇനി അല്ല, എനിക്കിവിടെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ഇപ്പോൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ പോകുന്നു, എക്സിറ്റ് കൊടുക്കുന്നു. ഇനി എനിക്ക് ലിമിറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നാണ് ലിമിറ്റ് പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ ഇവിടെ സെല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡെലിവറി എങ്ങനെയാണ് ഡെലിവറി ട്രേഡ് എടുക്കുക, എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡ് എടുക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും P&L, നമ്മുടെ ടോട്ടൽ P&L എനിക്ക് ഇന്നത്തെ ദിവസം ഈ 2 ട്രേഡ് എടുത്തുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 32 രൂപേൻ്റെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ -32 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇനി ഇൻ കേസ് എന്താണ് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ അത് ഗ്രീൻ കളറിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പോൾ ലോസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും നിഫ്റ്റി 50 നമ്മൾ ഇൻഡെക്സ് ഇവിടെ കാണാൻ പറ്റും. ഇൻഡെക്സ് നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്താണ് നിഫ്റ്റി 50 ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സെൻസെക്സ് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക്, അതായത് ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞ് നമ്മുടെ 2 ഇൻഡെക്സുകൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ടോപ്പിൽ പിൻ ചെയ്ത്, ഇപ്പോൾ നിഫ്റ്റി നമുക്ക് ഇവിടെ തന്നെ ട്രാക്ക് ചെയ്യാം, സെൻസെക്സ് ഇവിടെ തന്നെ ട്രാക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇവിടെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കിവിടെ ആക്സിസ് ബാങ്കിൻ്റെ പ്രൈസ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇതിലായിരിക്കും വരിക. 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റിലെ സെൻസെക്സ് മാറ്റിയിട്ടാണ് വരിക. ഞാൻ ഇപ്പോൾ 2 പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെൻസെക്സ് മാറിയിട്ട് എന്താണ് ആക്സിസ് ബാങ്ക് അവിടെ വന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ബാറിലേക്ക് പിൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ പോസിബിൾ ആണ്. അപ്പോൾ അതും ഇവിടെ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഓർഡറിൽ തന്നെ ബൈയിൽ വന്നു കഴിഞ്ഞാൽ പലതരത്തിൽ ഇപ്പോൾ റെഗുലർ ഓർഡേഴ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഗുലറിനെ പറ്റി നോക്കിയാൽ മതി. ഇനിയും വേറെ കുറേയധികം ഓർഡർ ടൈപ്പ് ഉണ്ട്. ഈ കവർ ഓർഡർ ഉണ്ട്, അതിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്താണ്, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. കറൻറ്റ്ലി നിങ്ങൾ ഇത്രയും കാര്യം, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്, പ്ലാറ്റ്ഫോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.